എന്റെ റൂഹിന്റെ പാതി. രചന ആശു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. മുംബൈ പോലീസ് സ്റ്റേഷൻ. കോൺസ്റ്റബിൾ, അവരിങ്ങോട്ട് കടത്തിവിടുക. ഓക്കെ മേഡം. മുംബൈയിലെ ടൈഗർ ഓഫീസ് എന്നറിയപ്പെടുന്ന ശ്രേയ IPS തന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന കോൺസ്റ്റബിളിനോട് അത്രയും പറഞ്ഞിട്ട് കയ്യിലെ ഫയലിലേക്ക് ദൃഷ്ടി വായിച്ചു. ഫയലിൽ നിന്ന് മിസ്സായ ചില ഭാഗത്തിന്റെ ബാക്കി നോക്കിയിരിക്കുമ്പോഴാണ് കോൺസ്റ്റബിൾ ശ്രീരാം രണ്ട് ചെറുപ്പക്കാരെയും കൊണ്ട് ക്യാബിനിലേക്ക് കയറി വന്നത്. മേഡം. വിളി കേട്ട് ഓഫീസർ ഫയലിൽ നിന്ന് തലയുയർത്തിക്കൊണ്ട് ആ രണ്ടുപേരെയും നോക്കിയ ശേഷം ഫയൽ ടേബിളിലേക്ക് എറിഞ്ഞു. റാം, താൻ പോയിക്കോ, ഞാൻ വിളിക്കാം. ഇനി നിങ്ങൾ രണ്ടുപേരും കൊണ്ട് മാറിയിൽക്ക്. ഗൗരവത്തോടെയുള്ള പറച്ചിൽ കേട്ട് അവർ രണ്ടുപേരും പരസ്പരം ഒന്ന് മുഖത്തോട് മുഖം നോക്കിയിട്ട് ഓഫീസറിന്റെ മുന്നിലേക്ക് കയറിയിരുന്നു. എന്തായിരുന്നു ഉദ്ദേശം? മോഷണോ എന്ന ഓഫീസറിന്റെ ചോദ്യത്തിലുള്ള മറുപടി പറയാതെ അവർ രണ്ടുപേരും തലകുനിച്ച് നിന്നു. പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ട് തന്നെ വേണോ നിങ്ങളുടെ മോഷണം? നിങ്ങൾ രണ്ടിനെയും കണ്ടാൽ പറയില്ലല്ലോ കയ്യിലിരിപ്പ് ഇതാണെന്ന്. ഏതോ നല്ല കുടുംബത്തിൽ പറഞ്ഞിട്ട് കേസും വഴക്കൊക്കെ നടക്കാൻ നാണമില്ലേ നിങ്ങൾക്ക്? നല്ല തണ്ടുനടിയുണ്ടല്ലോ, വല്ല പണിയെടുത്ത് ജീവിച്ചുകൂടെ? ഓഫീസർ അവരെ നേരെ കുറച്ചാടിയപ്പോൾ അവരിൽ ഒരാൾ കൈ ചുരുട്ടി പിടിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്നു. സോറി മാഡം, ഞങ്ങളിവിടെ മോഷ്ടിക്കാൻ വേണ്ടി കയറിയതല്ല, കുറച്ച് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ വേണ്ടിയായിരുന്നു വന്നത്. മേഡം പറഞ്ഞ പോലെ മോഷ്ടിച്ച് ജീവിക്കേണ്ട ഗതികിടന്നു ഞങ്ങൾക്കിതുവരെ ഉണ്ടായിട്ടില്ല. ആ പറഞ്ഞവനെ അടിമുടി നോക്കിയിട്ട് ഓഫീസർ വീണ്ടും തുടർന്നു. ഓഹോ, പോലീസ് സ്റ്റേഷനിൽ നിന്ന് എന്ത് ഡീറ്റെയിൽസാ നിങ്ങൾ കളക്ട് ചെയ്യാനുള്ളത്? സോറി മാഡം, അത് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഒരു തെറ്റും ചെയ്യാത്ത രണ്ടുപേരെയാണ് ഇപ്പം നിങ്ങളിവിടെ പിടിച്ചു വെച്ചേക്കുന്നത്. ആഹാ, തെറ്റും ശരിയൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. എന്താ സാറന്മാരുടെ പേര്? പരിഹസിച്ചുകൊണ്ടുള്ള ഓഫീസറുടെ ചോദ്യം കേട്ട് അവരൊന്ന് കോട്ടി ചിരിച്ചു. മേരാ നാം ഇഷ്ക്, കൈഷാൻ ഇഷ്ക്, ആൻഡ് ദിസ് ഈസ് മൈ ഫ്രണ്ട് ഹുബ് എന്ന് പറഞ്ഞ് ഇഷ്ക് അവൻ്റെ ഫേക്ക് ID അവരെ കാണിച്ചു കൊടുത്തു. ഓ, സൺ ഓഫ് മിഷാൽ ഹാഫിസ്, ഫേമസ് ആക്ടർ അല്ലേ നിന്റെ ഉപ്പ? ഉപ്പാന്റെ പേര് കളയാൻ വേണ്ടി ഇറങ്ങിയതാണോ മകൻ? ശരി, നിങ്ങൾക്ക് പോവാം. ഇനി ഈ ഏരിയയിൽ കണ്ടുപോയത് രണ്ടിനെയും എന്നൊരു കർശന നിർദ്ദേശവും നൽകി ഓഫീസർ അവർ രണ്ടാളെയും പറഞ്ഞയച്ചപ്പോൾ ഇഷ്കിന്റെ നോട്ടം മുഴുവൻ അവരുടെ ടേബിൾ വെച്ചിരിക്കുന്ന ആ ഫയലിലായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങി അവർ നേരെ പോയത് മുംബൈയിലെ ഒരു ദർഗാ ഷെരീഫിലേക്കാണ്. ദൈഷ്കെ, നീ എന്താ നിന്റെ ഒറിജിനൽ ID കാണിക്കാതെ ആ തള്ളക്ക് ഫേക്ക് ID കാണിച്ച്? ഒറിജിനൽ ID കാണിച്ച് അവരുടെ വാടപ്പിച്ചുകൂടായിരുന്നു നിനക്ക്? മറുപടി പറയാതെ ഇഷ്കൊന്ന് ചിരിച്ചു. ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് അവിടം വരെ പോയിട്ട് കാര്യം നടന്നില്ലല്ലോടാ. എത്ര വർഷമായി നീ എന്നെയും കൊണ്ട് ഇങ്ങനെ ഇറങ്ങി അന്വേഷിക്കുന്നു, എന്നിട്ട് ഇതുവരെയായിട്ടും നിനക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലല്ലോടാ. എടാ മോനെ ഹുബേ, ഇത്രയും കാലം ഞാൻ തെരഞ്ഞുകൊണ്ടിരുന്ന് ഈ വരവിൽ എന്തായാലും ഇഷ്ക് കണ്ടുപിടിച്ചിരിക്കും. പിന്നെ നീ ഇത് കണ്ടോ? ചുരുട്ടിയൊരു പേപ്പർ കഷ്ണം പോക്കറ്റിൽ നിന്നെടുത്ത് അവൻ ഹുബിന് നേരെ നീട്ടി. ഇതെന്താ? ഇത് നീ എവിടുന്ന് ഒപ്പിച്ചു? നീ എന്താ എഴുതിയേ ഇഷ്കിനെ കുറിച്ച്? ഇത് ഞാൻ ആ ഫയലിൽ നിന്ന് കീറിയെടുത്താ. ആ തള്ള കുറച്ച് ഡയലോഗ് അടിച്ചില്ല എന്നോട്. അതിനുള്ളത് അവർക്ക് ഞാൻ വഴിയെ കൊടുത്തോളാം. ഇപ്പോൾ ഒരു ഡോസിന് വേണ്ടി ചുമ്മാ എടുത്താ ഇത്. അവൻ അന്വേഷിക്കുന്നത് തന്നെയാണ് അവൻ്റെ കയ്യിലുള്ളതെന്നറിയാതെ ഇഷ്ക് അത് പോക്കറ്റിലേക്ക് തന്നെ കുത്തിത്തിരിക്കി. പെട്ടെന്ന് ഫോൺ ബെല്ലടിച്ചതും ഹുബ് അവൻ്റെ ഫോൺ എടുത്ത് ഇഷ്കിനെ നോക്കി തലയാട്ടിക്കൊണ്ട് കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ, ആ ദേ ഇവിടെ ഉണ്ട്, ഞാൻ കൊടുക്കാം. അത്രയും പറഞ്ഞിട്ട് ഹുബ് ഫോൺ ഇഷ്കിനെ നേരെ നീട്ടി. ആരാടാ? സംസാരിക്കുക, നിന്റെ ഡബിൾ റോളാണ്. ഫോൺ പൊത്തിപ്പിടിച്ച് ഹുബ് അത് പറഞ്ഞപ്പോൾ തന്നെ ഇഷ്ക് പല്ലിളിച്ചുകൊണ്ട് ഫോൺ വാങ്ങി ചെവിയോട് അടുപ്പിച്ചു. മറുപുറത്തുനിന്ന് തെറിയുടെ പൂരമായിരുന്നു. ആ പാപ്പ, ഞങ്ങളിതാ വരികയാണ്, കുറച്ച് ലേറ്റ് ആവും, ഞങ്ങൾ മുംബൈയിലാ. അതിനുള്ളത് കേൾക്കാൻ നിൽക്കാതെ അവൻ വേഗം ഫോൺ വെച്ച് വണ്ടിയിൽ കയറിയിരുന്നു. ഹുബേ, നമുക്ക് എത്രയും പെട്ടെന്ന് നാട്ടിലെത്തണം. അതും പറഞ്ഞ് ഇഷ്ക് പെട്ടെന്ന് വണ്ടി നാട്ടിലേക്ക് തിരിച്ചു. തിരിച്ചുള്ള യാത്രക്കിടയിലാണ് ഹുബിന് ഫ്ലാഷ് ബാക്കിൻ്റെ ഓർമ്മ വന്ന്. ഇഷ്കെ, നീ ബാക്കി പറയടാ, പിന്നെ എന്താണെന്ന് ഉണ്ടായത്? ഐ മീൻ, ആ ബംഗ്ലാവ് കത്തിയില്ലേ, അതിനുശേഷം എന്താ ഉണ്ടായത്? ഹുബിന്റെ ചോദ്യം കേട്ട് ഇഷ്ക് പതുക്കെ അതൊക്കെ ഓർമ്മയിലേക്ക് കൊണ്ടുവന്നു. ഗ്രാൻഡ് അവന് പറഞ്ഞു കൊടുത്ത കഥകൾ അവൻ മെല്ലെ ഓർത്തെടുക്കാൻ ശ്രമിച്ചു. നമ്മുടെ ചെക്കനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യേണ്ട പിറ്റേ ദിവസമാണ് ബംഗ്ലാവ് കത്തിയതിൻ്റെ കാര്യമൊക്കെ വീട്ടുകാർ അറിയുന്നത്. അറിഞ്ഞപ്പോൾ അവർക്ക് ആകെ ഞെട്ടി ഷോക്കായെങ്കിലും നമുക്ക് ആർക്കൊരു കുഴപ്പവും പറ്റിയില്ലെന്ന് മനസ്സിലായപ്പോഴാണ് എല്ലാവർക്കും സമാധാനമായത്. മീഷു ചാക്ക് എന്താ പറ്റിയെന്നൊക്കെയുള്ള ചോദ്യം കൊണ്ട് എല്ലാവരും വന്നപ്പോൾ ഓൻ ബൈക്കിൽ നിന്ന് വീണതാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി ഞങ്ങൾ. ആ സംഭവം ഒരു പോലീസ് കേസായിട്ട് ഇപ്പോഴും തുടരുന്നുണ്ട്. അവരുടെ തെരച്ചിലിനൊടുവിൽ ഞങ്ങൾക്ക് കിട്ടിയ ന്യൂസ് ആ ബംഗ്ലാവിൽ നിന്ന് 3 ഡെഡ് ബോഡി കിട്ടിയെന്നാ. ശരിക്കും പറഞ്ഞാൽ അത് കേട്ടപ്പോൾ നമ്മൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിയായിരുന്നു. അപ്പോൾ തീപിടുത്തത്തിൽ അവരിൽ 3 പേര് മരിച്ചിട്ടുണ്ട്. അത് ആരൊക്കെയാണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഡെഡ് ബോഡികൾ തിരിച്ചറിയാൻ പറ്റാതെ വിധം കരിഞ്ഞു പോയിട്ടുണ്ടെന്നല്ലേ ആ SI പറഞ്ഞ്. എൻ്റെ സംശയം അതല്ല, എന്നാലും ആ രക്ഷപ്പെട്ട ഒരാൾ ആരായിരിക്കുന്ന ഷെയ്നു പറഞ്ഞു കേട്ട് നമ്മൾ ഇടക്കേറി. നോ, അതല്ല ശരി, 3 പേരുടെ ഡെഡ് ബോഡി കണ്ടിട്ടെന്നല്ലേ പറഞ്ഞ്. അപ്പോൾ ഇനിയും 3 പേര് ബാക്കിയുണ്ട്. നമ്മൾ പറയുന്നത് കേട്ടിട്ട് അവരൊക്കെ ഞെട്ടി വാപ്പൊളിച്ചു പോയി. വാട്ട്? നീ എന്തൊക്കെ പ്രാന്ത പറയുന്നതുവാ? അവർ 4 പേരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. സഹല്, ലൈക്ക, ഷാന, ഡാനി.
ഇവരിൽ 3 പേര് തീ പിടിച്ചപ്പോൾ ഭസ്മായിട്ടുണ്ടെങ്കിൽ അതിലൊരാൾ ഇപ്പോഴും ജീവനോടെ ഉണ്ട്. അല്ല മിഷുച്ച, അതല്ല സത്യം. അവർ 6 പേരുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയില്ലേ അവസാന നിമിഷം മുഖം മറിച്ച വേറെ 2 ആൾക്കാർ വന്ന് നിങ്ങളെ തലക്കടിച്ച് വീഴ്ത്തിയത്? ഞാൻ കണ്ടതാ. അവർ 4 പേര് കൂടാതെ വേറെ 2 പേര് അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ദുവാ, അത് അവരിൽ ആരെങ്കിലും തന്നെ ആയിക്കൂടെ? വേറെ ആരും ഇപ്പോൾ അവിടെ വരാൻ മാത്രം. ഇനി ആ സായിപ്പ് അയാളുടെ കെട്ടികളുവാണോ? ആവോ, അതൊന്നും എനിക്കറിയില്ല. പക്ഷെ അവിടെ വേറെ 2 പേര് കൂടി ഉണ്ടായിരുന്നു, അതെനിക്ക് ഉറപ്പാ. ഞാൻ വ്യക്തമായി കണ്ടതാ അവരെ. നമ്മൾ പറഞ്ഞതിനെ കുറിച്ച് ആലോചിക്കാൻ തുടങ്ങി. അവർ 5 പേരും, ഇൻഷുകയും ഷെയ്നും ജിനുവും തീയും പിന്നെ നമ്മുടെ ചെക്കനും. ദുവ പറഞ്ഞ ശരിയാ, അവരിൽ ആർക്കും ഇപ്പോഴും ജീവനോടെ ഉണ്ട്. ഇന്നേക്ക് ഒരാഴ്ച കഴിഞ്ഞില്ലേ ആ സംഭവം നടന്നിട്ട്? എന്നിട്ട് എന്താ അവരെ കുറിച്ച് ഇതുവരെ ഒരു വിവരവും ലഭിക്കാത്തേ? എനിക്ക് അതല്ല സംശയം, ആ 2 പേര് ആരായിരിക്കുന്ന? തീയ പറയുന്നതിന് ഇടക്കേറി ജിനു ഇത് പറഞ്ഞിട്ട് ഇൻഷുഖാനെയും ഷെയ്നുവിനെയും ഓൾ തുറിച്ചു നോക്കി. ഡീ കോപ്പെ, നീ ഒരുപാടൊന്നും സൂം ചെയ്യണ്ട, അത് ഞങ്ങളല്ല. അവിടെ നോട്ടം കണ്ടില്ലേ, പൂമത്തി കണ്ണ് കുത്തിപ്പൊടിക്കിൻഷു. നീ പോടാ അലവരാതി. ഇക്കാക്കാണെന്ന് നോക്കൂല, നാത്തുമ്പോരിനാക്കി നിന്റെ കെട്ടിയോട് ഓടിക്കും അങ്ങ് മുംബൈയിലേക്ക്. ഷെയ്നും ജിനുവും കൂടി വാക്കുകൾ കൊണ്ട് ഒരു യുദ്ധത്തിന് തുടക്കം കുറിച്ചപ്പോൾ നമ്മുടെ ചെക്കൻ അവരോട് ക്യാരി ഓണെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് എണീറ്റ് പോയി മാറിന്ന് ആലോചിക്കാൻ തുടങ്ങി. അപ്പോൾ തന്നെ നമ്മൾ എണീറ്റ് ഓൻ്റെ പിന്നാലെ ചെന്നു. മിഷുച്ച എന്ന് വിളിച്ച് നമ്മൾ ഓൻ്റെ ഷോളിൽ കൈവച്ചപ്പോൾ ഓ നമുക്ക് നേരെ തിരിഞ്ഞെന്നു. ദുവാ, നീ പറഞ്ഞ ശരിയാ, അവരിൽ ആരൊക്കെ ഇപ്പോഴും ജീവനോടെ ഉണ്ട്. പക്ഷെ എങ്ങനെ രക്ഷപ്പെട്ടു? എവിടെയാണ് അവരിപ്പോൾ ഉള്ളത്? ഒന്നും മനസ്സിലാവുന്നില്ല. എന്നെ അടിച്ചു വീഴ്ത്തിയ 2 പേരെ കുറിച്ച് ഒരു പിടുത്തവും കിട്ടുന്നില്ല എനിക്ക്. മിഷുച്ച കൂൾ, നമുക്ക് അവരെ കണ്ടുപിടിക്കാം എത്രയും പെട്ടെന്ന് തന്നെ. എനിക്കതൊന്നല്ല മനസ്സിലാവാത്തത്. ലൈക്ക, അവളെന്തിനാ സഹലിനെ കൂടെ ചേർന്ന് തന്നെ? അവൻ അവളുടെ ജീവിതം നശിപ്പിച്ചവനല്ലേ? ഇനി ചിലപ്പോൾ അതും ഒരു കള്ളക്കഥയായിരുന്നു. നമ്മുടെ മനസ്സിൽ ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാണ് ഓനിപ്പോൾ ചോദിച്ചത്. അതിൻ്റെ ഉത്തരം അവൾക്ക് മാത്രമേ അറിയൂ. അവളുടെ ജീവിതം നശിപ്പിച്ച സഹലിൻ്റെ കൂടെ നിന്നുകൊണ്ട് അവൾ എന്തിനാ ഈ കളിയൊക്കെ കളിച്ചു? കണ്ടുപിടിക്കും ഞാനല്ലെങ്കിൽ മറ്റാരെങ്കിലും. സത്യം എത്ര നാൾ മൂടി വെച്ചാലും കാലം അത് പുറത്തു കൊണ്ടുവരും. യാ, അത് ഏഞ്ചൽ പറഞ്ഞത് ശരിയാ. ഒരു കാര്യത്തിൽ മാത്രം, നിന്റെ കാര്യത്തിൽ കാലം പുറത്തു കൊണ്ടുവന്നത് ഭയങ്കര വലിയ സത്യമായിപ്പോയി. സത്യത്തിന്റെ നിറകുടം മേരാ ഈഷ്ക്. ഫ്ലാഷ് ബാക്കിൽ ദുവ പറഞ്ഞ കാര്യം കേട്ടിട്ട് ഹുബ് ഇഷ്കിനെ നോക്കി ചിരിച്ചു. മോനെ ഹുബേ, സത്യം കയ്പുള്ളതാ. അതുകൊണ്ടാ ഇന്നും അത് പുറത്തു വരാതെ എവിടെയോ കുടുങ്ങിക്കിടക്കുന്നത്. പക്ഷെ ഈ ഇഷ്ക് അത് പുറത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യും, എത്രയും പെട്ടെന്ന്. ഓ, ഞാനൊന്നും പറഞ്ഞില്ല. നിന്നോട് എന്തെങ്കിലും പറഞ്ഞാലുള്ള അവസ്ഥ എനിക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. എക്സ്പ്ലെയിൻ ചെയ്ത് കൊല്ലാതെ നീ വേഗം വണ്ടി വിട്, എന്നാലേ സമയത്തിന് നാട്ടിലെത്തൂ. അത് കേട്ട് ഇഷ്ക അപ്പോൾ തന്നെ വണ്ടി പറപ്പിച്ച് വിട്ടു. മണിക്കൂറുകൾക്ക് ശേഷം അവർ നാട്ടിലെത്തിയപ്പോഴേക്കും നേരം വെളുത്തിരുന്നു. സുബി നമസ്കാരം കഴിഞ്ഞ് ഹുബിനെ ഒരു ഷോപ്പിന് മുമ്പിൽ ഇറക്കി വിട്ടിട്ട് പെട്ടെന്ന് തന്നെ അവൻ വീട്ടിലേക്ക് വിട്ടു. വണ്ടി പോർച്ചിൽ പാർക്ക് ചെയ്തിട്ട് സ്പീഡിലകത്തേക്ക് ഓടിക്കയറാൻ നേരമാണ് അവൻ തന്റെ മുന്നിൽ ഇളിച്ചുകൊണ്ട് നിൽക്കുന്ന ദുവയെ കണ്ടത്. അവൾക്ക് തിരിച്ചൊരു വളിച്ച ചിരി പാസ്സാക്കാൻ നിന്നോ പെട്ടെന്ന് അവളുടെ ചിരി മാഞ്ഞിട്ട് മുഖം കടുന്നലൂത്തിയ പോലെയായി. കഴിഞ്ഞോ നിന്റെ ഊരിതണ്ടില്? ഇന്നലെ മുഴുവൻ നീ എവിടെയായിരുന്നു ഇഷ്കേ? നിന്റെ ഫോണിന്ന് എടുത്തു നോക്ക്, ഞാൻ എത്ര പ്രാവശ്യം നിന്നെ വിളിച്ചെന്ന്. അവനെവിടെ? ആ ഹുബ്, അവനെ ഞാൻ വെച്ചിട്ടുണ്ട്. അവളുടെ കളിപ്പ് കണ്ടപ്പോൾ തന്നെ ഇഷ്കിന് ചിരി പൊട്ടി വന്നെങ്കിലും അത് പുറത്ത് കാണിക്കാതെ അവൻ ഓടിപ്പോയി അവളെ കെട്ടിപ്പിടിച്ചു. ഓ മൈ സ്വീറ്റ് മദർ ഇന്ത്യ, എന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്നോട് നല്ല കലിപ്പിലാണല്ലോ. കൂൾ ഐൻസൽ, കൂൾ. ഞാനെല്ലാം വിശദമായിട്ട് പറയാന്നേ. ഇറ്റ്സ് എ ഗെയിം. എന്റെ ബെസ്റ്റ് മോം അത് മറന്നോ? അവളുടെ കവിളത്ത് പിച്ചിക്കൊണ്ടുള്ള അവന്റെ പറച്ചിൽ കേട്ട് അവൾ പെട്ടെന്ന് തന്നെ ഇഷ്കിന്റെ കൈയെടുത്ത് മാറ്റി. നിന്റെ സോപ്പിംഗ് ഒന്നും എൻ്റെ അടുത്ത് വേണ്ട, ഞാനൊന്നും മറന്നിട്ടില്ല. നിന്റെ പുന്നാര റോൾ മോഡൽ അകത്തുണ്ട്. സോ അതിന്റെ ഭാഗമായിട്ട് ഒരു ചെറിയ ആക്ടിങ്. ഇനി പറ, എന്തായി പോയ കാര്യം? പോയ കാര്യം കുതാക്കവ. എന്നാലും ഒരു സംഭവം കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞുകൊണ്ട് അവനവന്റെ 2 പുകലും കൈയിട്ട് തപ്പാൻ തുടങ്ങി. ഓ ഷീറ്റ് ഏഞ്ചൽ, ആ ഹുബ് അവനെന്നെ പറ്റിച്ചു. ആ പൊറുക്കിയത് പൊക്കി. ഞാൻ പറയുന്നൊന്നും മനസ്സിലാവാതെ എൻ്റെ ബെസ്റ്റ് മോം എന്നെ ഒരു മാതിരി സൈക്കോയെ നോക്കുന്ന പോലെ തുറിച്ച് നോക്കുന്നുണ്ട്. എന്തൊക്കെയാണ് നീ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഹുബ് എന്ത് പൊക്കിയെന്നാ? അല്ല, എന്നിട്ട് അവനെവിടെ? അതായത് എൻ്റെ ഏഞ്ചലേ, ഞങ്ങൾ ഇന്നലെ പോയത് മുംബൈയിലേക്കാണെന്ന് അറിയാലോ. പ്ലാൻ അനുസരിച്ച് ഏഞ്ചലിൻ്റെ ആ പഴയ വീടൊക്കെ കണ്ടു. ഏഞ്ചൽ കളിച്ചു വളർന്ന മുംബൈയിലെ കളത്തിങ്കൽ വീട്. പക്ഷേ ഒരു ചെറിയ മാറ്റമുണ്ട്. ആ വീട് പോയിട്ട് അതിൻ്റെ ഒരു പൊടി പോലും അവിടെ നിന്ന് കാണാനില്ല. ആ സ്ഥലത്ത് 2-3 ബിൽഡിംഗ് ഒക്കെയാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ അവിടെ വരെ പോയതല്ലേ, അപ്പോൾ വീട് കാണാതെ വെറും കൈയോടെ വരുന്ന ബോറല്ലേ. അതുകൊണ്ട് കയ്യിലുണ്ടായിരുന്ന വീടിൻ്റെ ഫോട്ടോ കണ്ട് തൃപ്തി അടങ്ങി തിരിച്ചു പോന്നു. ഡാ കുഞ്ഞ, അപ്പോൾ നീ ഉദ്ദേശിച്ചൊന്നും നടന്നില്ലെന്ന് അർത്ഥം അല്ലേ? ആ ശരിയാ, ഒന്നും നടന്നില്ല. പക്ഷേ ഈ ഇഷ്കിനൊരു കാര്യം ചെയ്തു തുടങ്ങിയിട്ട് പകുതിക്ക് വെച്ച് നിർത്തുന്ന ഇഷ്ടമല്ലാന്ന് ഏഞ്ചലിന് അറിയാലോ. അതുകൊണ്ട് ഞാൻ നമ്മുടെ ആ ശത്രുവിനെ അന്വേഷിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കയറി. അത് കേട്ടതും ഏഞ്ചലിന്റെ മുഖമൊക്കെ ആകെ വിളറി വെളുത്തു. വാട്ട്? പോലീസ് സ്റ്റേഷനിലോ? എന്തിന്? ദേ, ഒരുമാതിരി TV സീരിയലിലെ ഉമ്മമാരെ പോലെ ഒരു ലോഡ് എക്സ്പ്രഷൻ ഇടല്ലേ ഏഞ്ചലെ. പറയുന്നത് മുഴുവൻ കേൾക്ക്.
അവൻ പറയുന്ന കേട്ട് അവൾ അപ്പോൾ തന്നെ അവൻ്റെ കയ്യിന് തല്ലി വെച്ചു കൊടുത്തു. ഞാൻ എക്സ്പ്രഷൻ ഇടൂടാ ബെടക്കെ, കാരണം ഞാൻ നിന്റെ ഉമ്മയാ. അതുകൊണ്ട് ഇതുപോലെയുള്ള കാര്യം കേട്ടാ ഞാൻ എൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ വാരി വിതറും. ആ എന്നിട്ട് എന്താ ഉണ്ടായി, ബാക്കി പറ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ വിളിച്ചപ്പോൾ ഇഷ്ക് വാ പൊളിച്ചു വെച്ചിട്ട് പെട്ടെന്ന് പൊട്ടിച്ചിരിച്ചു. എന്നിട്ട് അവൻ്റെ ഏഞ്ചലിന്റെ കഴുത്തിൽ കൈയിട്ടിറക്കിക്കൊണ്ട് അകത്തേക്ക് നടന്നു. എന്നിട്ടെന്താ ആ തള്ള ശ്രേയ, അല്ല ആ IPS ഓഫീസർ ശ്രേയ മാഡം ഞങ്ങളെ കൈയോടെ പൊക്കി. ആ ദേ ഞാനിതിപ്പോൾ ആലോചിച്ചേ ഉള്ളൂ, പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടും നീ എന്താ അവിടെ കാര്യം പറയാത്തതെന്ന്. ശ്രേയൻ്റെ ക്ലാസ്മേറ്റാ, പഠിച്ചുകൊണ്ടിരുന്ന കാലം തൊട്ടേ ഒടുക്കത്തെ ടൈമിങ് അവൾക്ക്, കൃത്യനിഷ്ഠക്കാരി. ആ എന്നിട്ടെന്താ ഉണ്ടായേ? പിന്നെ ഞാൻ ആ തള്ളക്ക് സോറി ആ ഓഫീസറിൻ്റെ പേരും പിന്നെ ഫേക്ക് ഐഡിയും കാണിച്ചു കൊടുത്തു. അപ്പോൾ അവരുടെ വക ഒരു ഡയലോഗ്, ഉപ്പ മിഷാർ ഓഫീസിൻ്റെ പേരുകളെ ഇറങ്ങിയതാണോ മകനെന്ന്, പോലീസ് സ്റ്റേഷനിൽ മോഷ്ടിക്കാൻ കയറിയതാണല്ലേ എന്നും. അവിടെ തറവാട് സ്വത്ത് എടുത്തു വെച്ചിട്ടുണ്ടോ മോഷ്ടിക്കാൻ, ബ്ലഡി ഓഫീസർ. അവൻ പറയുന്ന കേട്ടിട്ട് അവൾ തലയിൽ കൈവച്ചുകൊണ്ട് ഇഷ്കിനെ നോക്കി. എൻ്റെ ഇഷ്കെ, നീ എന്തൊക്കെയായി കാണിച്ചു കൂട്ടി വന്നേക്കുന്നേ? ഇതെങ്ങാനും നമ്മുടെ മിഷുച്ചറിഞ്ഞാൽ എന്താ ഉണ്ടാവുമെന്ന് അറിയാലോ. മിക്കവാറും നമ്മളെ പ്ലാൻ പപ്പടം പൊട്ടിക്കുന്ന പോലെ പൊടിച്ചിട്ട് എനിക്കിട്ട് ഒരെണ്ണം പൊട്ടിക്കും. അപ്പോൾ പപ്പയ്ക്ക് ഏഞ്ചലിന് മാത്രമല്ല, ഏഞ്ചലിന് പപ്പയും നല്ല പേടിയുണ്ട്. അയാൾ ഗുസ്തിക്കാരിയല്ലേ, ഇങ്ങനെ പേടിച്ചാലോ? ഏഞ്ചലിൻ്റെ കൂടെയുള്ളത് ഞാനല്ലേ. ഇത് തന്നെയാ എൻ്റെ ഏറ്റവും വലിയ പേടി. നീ ആരാണെന്ന കാര്യം മറക്കരുത് ഇഷ്കെ. നീ നിന്നെ തന്നെ മറന്നിട്ട് ഒന്നും ചെയ്യരുത്, കേട്ടല്ലോ? ഇല്ല ഏഞ്ചലെ, ഞാനതൊന്നും മറന്നിട്ടില്ല. തൽക്കാലം നമ്മുടെ പ്ലാനൊന്നും പപ്പ ഇപ്പം അറിയണ്ട. ഈ സീക്രട്ട് നമ്മൾ രണ്ടാളും മാത്രം അറിഞ്ഞാൽ മതി. പിന്നെ നമ്മുടെ ഹുബ്, ഓനെ ഞാൻ പിന്നെ കണ്ടോളാം. അപ്പോൾ ഗുഡ് നൈറ്റേ, ഞാൻ പോയി കുറച്ചേരം ഉറങ്ങട്ടെ. ഇന്നലെ രാത്രി ഒരു പോളെ കണ്ണടച്ചിട്ടില്ല. ദുവയോട് അത്രയും പറഞ്ഞിട്ട് അവൻ കോട്ടയച്ച് കയ്യിൽ പിടിച്ചുകൊണ്ട് മുറിയിലേക്ക് വിട്ടു. എൻ്റെ റബ്ബേ, ഈ ചെക്കൻ എത്ര കാലം അന്വേഷിച്ച് നടക്കുന്നു. ഇനിയെങ്കിലും അവനെ സഹായിച്ചുകൂടെ? ലീവിന് വന്നാൽ ഇപ്പം അവൻ്റെ മെയിൻ പണി ഇത് തന്നെയാണ്. ഈ ലീവ് തീരുന്നതിന് മുമ്പ് എൻ്റെ ഇഷ്കിൻ്റെ ലക്ഷ്യം നടന്നാൽ മതിയായിരുന്നു. നമ്മുടെ പുന്നാര ഉമ്മ തന്നെയാണ് ഓനെ മടിയിലിരുത്തിയിട്ട് പഴയ കഥകളൊക്കെ പറഞ്ഞു കൊടുത്ത്, അതും ഒന്നും വിടാതെ. സഹല്, ലൈക്ക, പിന്നെ ആ ബോണ്ടകൾ, ഇവരെല്ലാവരും ഇഷ്കിനിപ്പോൾ കാണാതെ തന്നെ അറിയാം. അന്ന് ആ കൊച്ചു കുഞ്ഞിന് കഥയുള്ള കഥ എന്താണെന്ന് മനസ്സിലായിട്ടില്ലെങ്കിലും അവൻ വളർന്നു വലുതായപ്പോൾ അവൻ്റെ മനസ്സിലെ സംശയങ്ങൾ വളർന്നു. സത്യാവസ്ഥ എന്താണെന്ന് അവനവൻ്റെ ഗ്രാൻഡ്മയോട് എന്നോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. പാതി വഴിയിൽ വെച്ച് പെൻഡിങ് ആയ കഥയെ പൂർത്തിയാക്കാൻ ഇഷ്ക ആദ്യം ഹെൽപ്പ് ചോദിച്ച് എന്നോടാണ്. അവൻ്റെ ലക്ഷ്യം എന്താണെന്ന് അവൻ എന്നോട് തുറന്നു പറഞ്ഞപ്പോഴാണ് ഞാൻ അവനെ സപ്പോർട്ട് ചെയ്യാമെന്ന് വാക്കുകൊടുത്തു പോലും. മീഷുച്ചാൻ അറിയിക്കാതെ ഞാനും എൻ്റെ ഇഷ്കും കൂടി ചിലത് പ്ലാൻ ചെയ്തിട്ടുണ്ട്. മനഃപൂർവ്വ നമ്മൾ ഓനോട് ഇതൊന്നും പറയാത്തത്. അതിനൊരു കാരണമുണ്ട്. ദ്വാ പെട്ടെന്ന് പുറകിൽ നമ്മുടെ ചെക്കന് വിളി കേട്ട് നമ്മളൊന്ന് ഞെട്ടിക്കൊണ്ട് തിരിഞ്ഞു നോക്കി. ഞാനറിയാതെ എന്ത് പ്ലാൻ ചെയ്ത കാര്യ നീ ഇപ്പൊ ചിന്തിച്ചേ? ഓൻ്റെ ആ ചോദ്യം കേട്ട് നമ്മളാകെ ഷോക്കായിപ്പോയി. ഇതെങ്ങനെ? അതൊക്കെ എനിക്ക് അറിയാൻ പറ്റൂ. ഞാനറിയാതെ നീ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്ന് ചുമ്മാ ഊഹിച്ചതാ. അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇവിടെ നിന്നോണ്ട് ചിന്തിച്ച് കൂട്ടിയില്ലല്ലോ നീ. അതുപോട്ടെ, നിനക്കെന്താ ഇവിടെ കാര്യം? ഇത് നമ്മുടെ ഇഷ്കിന്റെ കഥയാ. നീയൊക്കെ ഗെറ്റ് ഔട്ടായി മോളെ. റിയലി? എന്നെവിടെയും പറഞ്ഞിട്ടില്ല. ഇഷ്ക് എൻ്റേതാണെങ്കിൽ ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും. കേട്ടോ മിസ്റ്റർ അസൂയം കുശുമ്പില്ലാത്ത കെട്ടിയോനെ. ഒരു കഷണ്ടിയുടെ കൂടെ കുറവേ ഉള്ളൂ നിങ്ങൾക്ക്. ഓഹോ, ഇഷ്ക് നിന്റേത് മാത്രമാണെന്ന് നീ ഒറ്റക്കങ്ങ് തീരുമാനിച്ചാൽ മതിയോ മോളെ? അവന് ഞാൻ കുറേ കാലം കാത്തിരുന്ന് അപേക്ഷിച്ചിട്ട് കിട്ടിയതാ എനിക്ക്. അതിനുശേഷം എന്താ ഉണ്ടായതെന്ന് ഞാൻ പറയണ്ടല്ലോ. ഈ മനുഷ്യൻ നമ്മൾ നാണം കെടുത്തു. തൽക്കാലം ഇപ്പം സൈലന്റ് ആവുന്നത് നല്ലതാ. അമ്മാതിരി പണിയല്ലേ നമ്മളന്ന് കാണിച്ചു കൂട്ടിയത്. അതിന് ഈ വീട്ടിലറിയാം, പിള്ളേര് മാത്രമേ ബാക്കിയുള്ളൂ. ഇപ്പൊ തന്നെ പോയി അറിയിക്ക്. ആ ജാടക്ക് കയ്യും കാലും വെച്ച കെട്ടിയോ. അതും പറഞ്ഞ് അവന്റെ വയറ്റിൻ്റെ ഒരു കുത്തും വെച്ച് കൊടുത്തിട്ട് നമ്മൾ താഴേക്ക് ഇറങ്ങിപ്പോയി. ഡാ ഹുബേ, കളിക്കാതെ വരുന്നുണ്ടോ നീ? അതെനിക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് അറിയില്ല. ആ പേജിന് എന്തെങ്കിലും സംഭവിച്ചാ നിന്നെ ഞാൻ കൊല്ലും ഹംകെ. ഞാൻ അന്വേഷിക്കുന്നതിൽ കാണുന്നു എൻ്റെ മനസ്സ് പറയുന്നുണ്ട്. പക്ഷേ ഇഷ്കെ, ഈ പേജ് ഞാൻ വായിച്ചു നോക്കി. നീ അന്വേഷിക്കുന്ന തന്നെയാണോ ഇതെന്ന് അറിയില്ല. ഏതൊരു ഹൗസ് നമ്പർ 777, ഏതൊരു ഹൗസ് നമ്പർ 777, പിന്നെ ഷൗക്കത്ത് ഹെവൻ എന്നുമാണ് അതിലുള്ളത്. പിന്നെ എന്തൊക്കെയാ കുറച്ച് കുത്തി വരച്ചിട്ടുണ്ട്. റിയലി? ഡാ മുത്തേ ഹുബേ, അത് അഡ്രസ്സാണെടാ. ഞാൻ ഇത്രയും കാലം അന്വേഷിച്ചുകൊണ്ടിരുന്നത് അത് തന്നെയാ. പുന്നാര ഹുബല്ലേ, ഒന്ന് വാടമ്മം. അല്ലെങ്കിൽ വേണ്ട, രാവിലെ തന്നെ എൻ്റെ വായ ചീത്തയാക്കുന്നില്ല. നീ ഒന്ന് വേഗം പണ്ടാരടങ്ങുന്നുണ്ടോ? എവിടെ പോയി പണ്ടാരങ്ങി കിടക്ക കോപ്പ്. പെട്ടെന്നുള്ള എൻ്റെ ട്യൂൺ ചേഞ്ച് ചെയ്തിട്ട് അവൻ അവിടെ നിന്ന് നല്ലോണം കിണിക്കുന്നുണ്ട്. പട്ടി വല്ലപ്പോഴല്ലേ എനിക്ക് ഇങ്ങനെയുള്ള പണിയൊക്കെ തന്നെ അവനെ കൊണ്ട് പറ്റൂ. അതിൻ്റെയാണ് അവനീ കാണിച്ചു കൂട്ടുന്നത്. മിക്കവാറും പോകുന്നതിന് മുമ്പ് ആ തെണ്ടിനെ ഞാൻ കൊന്നിട്ട് പോവും. ഡാ ഈനാമ്പേച്ചി, ഞാൻ ഫോൺ വെക്കാണ്. 10 മിനിറ്റുള്ളിൽ നീ ഇവിടെ എത്തില്ലെങ്കിൽ നിന്നെ ഞാൻ വാളിൽ പോസ്റ്റാക്കി ഒട്ടിച്ചിട്ട് 2 ചന്ദനത്തിരിട്ട് കത്തിക്കും. ഓർത്തോ? ഫോൺ കട്ട് ചെയ്ത് ബെഡിലേക്ക് എറിഞ്ഞിട്ട് ഞാൻ ഏഞ്ചലിൻ്റെ അടുത്തേക്ക് വിട്ടു. ഏഞ്ചൽ അപ്പോൾ കിച്ചണിൽ ദിയാൻ്റിയോട് പരദൂഷണം പറഞ്ഞുകൊണ്ട് നിൽക്കുമായിരുന്നു. അതും സ്വന്തം കെട്ടിയനായ എൻ്റെ പപ്പയെക്കുറിച്ച്. ഏഞ്ചൽ
എന്ന് ഞാൻ വിളിച്ചതും ഏഞ്ചൽ ഒന്ന് ഞെട്ടിയ ശേഷം ഒരു അവിഞ്ഞ ചിരിയും പാസ്സാക്കിക്കൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നു. ഏഞ്ചൽ, എന്താ രാവിലെ തന്നെ ഒരു പരിദൂഷണം പറച്ചില്? പപ്പയായിട്ടുള്ള എന്തോ ഒരു ആപ്ലിക്കേഷൻ്റെ കാര്യം പറയുന്നത് കേട്ടു. ഞാൻ പോയി അതിനെക്കുറിച്ച് സംസാരിക്കണോ പപ്പയോട്? അത് കേട്ടതും എൻ്റെ ബെസ്റ്റ് മോം പെട്ടെന്ന് കണ്ണ് തള്ളിക്കൊണ്ട് നെഞ്ചത്ത് കൈവച്ചു. ഏഞ്ചലിന്റെ മട്ടുംഭാവം കണ്ടിട്ട് സംതിങ് ഈസ് റോങ്. എന്തു പറ്റി ഏഞ്ചൽ? അതൊന്നുമില്ല. അല്ല, നീ എന്തിനാ വിളിച്ചേ? ഒരു ദീർഘനിശ്വാസം വലിച്ചു വിട്ട ശേഷം ഞാൻ ഏഞ്ചലിന്റെ കൈ പിടിച്ചു. ഫൈനലി നമ്മൾ അന്വേഷിച്ച് കിട്ടി ഏഞ്ചൽ. ഷൗക്കത്ത് ഹെവൻ, ഹൗസ് നമ്പർ 777. ഷൗക്കത്ത് ഹെവനോ? അതെവിടെയാണാ? ഈ രണ്ട് കാര്യങ്ങൾ വെച്ച് എങ്ങനെയാ നമ്മൾ കണ്ടുപിടിക്കുക? സ്ഥലപ്പേരൊന്നും കിട്ടിയില്ലേ? ഇത്രയും കാര്യം ആ ഹുബ് പറഞ്ഞെന്നാ. ഇനി അവനൊന്നും ഇങ്ങ് വന്നാലേ എന്തെങ്കിലും മനസ്സിലാക്കാൻ പറ്റൂ. ബാക്കി ഡീറ്റെയിൽസ് പിന്നെ തരാം. ആദ്യം ഞാൻ അവനെ വന്നു ഞാൻ പറഞ്ഞ് നാക്കെടുക്കുന്നതിന് മുമ്പ് തന്നെ ലെവൻ എത്തി. എന്നെ കുറിച്ചല്ല പറഞ്ഞുകൊണ്ടിരുന്ന്. എന്താ പറഞ്ഞേ പറ എന്ന് ചോദിച്ചിട്ട് അവൻ ഷമ്മി കളിക്കാൻ നിന്നപ്പോൾ തന്നെ ഏഞ്ചലിൽ നിന്ന് പൊരിഞ്ഞ കിണി. ഇന്ന് നമ്മുടെ ഷമ്മിയെ കണ്ടില്ലോ എന്ന് പറഞ്ഞാ ഇങ്ങ് വാടാ കോപ്പേ. ഞാൻ അപ്പം തന്നെ ഹുബിന്റെ കോൾ പിടിച്ചു വലിച്ച് അവനെ മോന്തിക്കിട്ട് തട്ടുവെച്ച് കൊടുത്തിട്ട് പോക്കറ്റിൽ നിന്നും ആ പേപ്പർ കയ്യിലാക്കി. ശവം അതിനെ പത്തിരി ഇറച്ചിക്കറിയും പോലെ ആക്കിയിട്ടുണ്ട്. പേപ്പർ നോക്കി ഞാൻ പ്ലിങ്ങിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. കുത്തിവരെന്ന് അവൻ ഉദ്ദേശിച്ച് ആരോ പേന കൊണ്ട് കുത്തിവരച്ചിനെയാണ്. ഇത് ഇത്രയേ ഉള്ളൂ? ഇതിന്റെ ബാക്കി ഇവിടെ ഹുബേ? ഓ അതോ, ഇങ്ങോട്ട് വരുന്ന വഴിക്ക് എനിക്ക് നല്ലോണം ഒന്ന് വിശന്നു. അപ്പം ഞാനെടുത്ത് വിഴുങ്ങി. എന്തേനു? കളിക്കാതെ പറ ഹുബേ, ഇത് തമാശ കളിക്കാനുള്ള ടൈമല്ല, ബി സീരിയസ്. ഓ പിന്നെ, അപ്പം ഞാൻ പറഞ്ഞ ചാർലി ചാപ്ലിൻ കോമഡി ആണല്ലോ. ഈ പേജ് നീയല്ലേ ആ ഫയലിൽ നിന്ന് കീറിക്കളഞ്ഞ് എന്നിട്ട് അതിന്റെ ബാക്കി എന്നോട് ചോദിക്കാം നിനക്ക് ഉളുപ്പുണ്ടോ? മോശമായിപ്പോയി, വളരെ മോശമായിപ്പോയി. കോപ്പം പറഞ്ഞു കേട്ടപ്പോഴാണ് എനിക്ക് പറ്റിയ അബദ്ധം മനസ്സിലായത്. ഛേ, ഇനിയിപ്പോൾ എങ്ങനെ ഇതിന്റെ ബാക്കി കണ്ടുപിടിക്കും? അലീഷ്ക്ക് എനിക്കൊരു സംശയം. ഇതിലിപ്പോൾ ഹൗസ് നമ്പറും ഉണ്ട്, ഹൗസ് നെയിമും ഉണ്ട്. അപ്പൊ പിന്നെ കണ്ടുപിടിക്കാൻ എന്താ ഇത്ര മടി? പൊട്ടതരം പറയില്ലേ മണ്ട. ഇതിപ്പോ ഏത് ജില്ലയിലെ ഏത് നാട്ടിലാണെന്നൊരു പിടിയില്ല. അപ്പോഴാ ഓഹോ അത് ശരിയാണല്ലോ. അപ്പൊ ഇനി എന്ത് ചെയ്യും? തിങ്ക് അബൌട്ട് ഇറ്റ്. അതും പറഞ്ഞ് ഞാൻ അവിടെ സോഫയിൽ കുത്തിയിരുന്നു. ഈ പകുതി പേജും വെച്ച് എന്തോന്ന് തിങ്കാനാണ്. എൻ്റെ പ്രയത്നം വേസ്റ്റായി, അത്ര തന്നെ. ഡാ നീ ഇങ്ങനെ നെഗറ്റീവ് അടിക്കില്ല ഇഷ്കേ. ഒന്നുമില്ലെങ്കിൽ നീ ഒരു മതി പിള്ളേരെ, നിങ്ങളുടെ പ്ലാനും ഡിസ്കസും. നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലല്ലോ, വാ വന്ന് കഴിക്ക്. ഡീ ദിയ, ദേ വന്നു നിന്റെ മോൻ. ഏഞ്ചൽ വിളിക്കേണ്ട താമസം ഹുബ് ടേബിൾ കയറി ഇരുന്നിട്ടുണ്ട്. ഫുഡാൻ വേണ്ടി മാത്രം ജനിച്ച സാധനം. അപ്പൊ നിങ്ങൾ നമ്മുടെ ഹുബിനെ പരിചയപ്പെട്ടില്ലല്ലോ. വലിയ പുള്ളിയാണോ, സൺ ഓഫ് ഷെയ്ൻ മൻസൂരി. കാര്യം അവൻ എൻ്റെ കസിനാണെങ്കിലും ചില നേരത്തൊക്കെ അവൻ എൻ്റെ ശത്രുവാണ്. എനിക്ക് ടെട്ടിൻ്റെ പണിയനെ തന്നിട്ട് മുങ്ങിക്കളയും. ബ്ലഡി ചങ്ക് തെണ്ടി. മോനീഷ്കെ, ഞാൻ ഷെയ്ൻ മൻസൂരിയുടെ സൺ ഓഫ് ആണെന്ന് കേട്ടപ്പോൾ തന്നെ ബാക്കിയൊക്കെ അവർ ഊഹിച്ചിട്ടുണ്ടാവും. കൂടുതൽ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കാതെ ഇങ്ങോട്ട് പോര്. തെണ്ടി കാട്ടുവാസി പോലെ ഇരുന്ന് വെട്ടി ഒഴുകുന്നോണ്ടാ അവൻ്റെ ഡയലോഗ്. രണ്ട് പഴം കൂടി കുത്തി കയറ്റിക്കൂടെ ഹുബേ? ആ നീ ഓർപ്പിച്ച നന്നായി, ഇതൊന്ന് തീരട്ടെ. അവൻ്റെ തീറ്റി കണ്ടിട്ട് എൻ്റെ വയറ് നിറഞ്ഞു. അല്ല നീയൊന്നും കഴിക്കുന്നില്ല ഇഷ്കേ? അവൻ്റെ തലക്കിട്ടൊരെണ്ണം കൊടുത്തിട്ട് ഞാൻ പോയിരുന്നു. കൂടെ തന്നെ ഏഞ്ചലും ദിയാൻ്റെയും ഗ്രാൻമയും വന്നിരുന്നപ്പോഴാണ് ഞങ്ങളുടെ സൂപ്പർ ഹീറോസ് സ്റ്റെയർ ഇറങ്ങി വന്ന്. നിങ്ങളുടെ മിഷുവും ഷെയ്നും കലിപ്പൻ്റെ ഒരു കുറവ് കൂടിയേ ഉള്ളൂ അതിൽ. അവർ രണ്ടാളും വന്ന് ഞങ്ങൾ രണ്ടിനെയും ഒന്ന് ഇരുത്തി നോക്കിയ ശേഷം പപ്പ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് ഷെയ്നും ആപ്പാനെ നേരെ നീട്ടി. ഈ ഫോട്ടോയിൽ കാണുന്ന ആ രണ്ടുപേര് തന്നെയല്ലോ ഷെയ്നെ ഇപ്പൊ ഇവിടെ ഇരുന്ന് പാവങ്ങളെപ്പോലെ അഭിനയിക്കുന്നവരും? നന്നായിട്ടൊന്ന് നോക്കിക്കേ. ആണല്ലോ മിഷു, ആ പയ്യന്മാർ തന്നെയാ ഇതും. മുംബൈ പോലീസ് സ്റ്റേഷനിൽ തലവിനിച്ചുകൊണ്ട് നിൽക്കുന്ന രണ്ട് മഹാന്മാർ. ഞങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ടുള്ള രണ്ടിനെയും വർത്താനം കേട്ടിട്ട് ഞാനും ഹുബും പെട്ടെന്ന് കണ്ണു തള്ളിക്കൊണ്ട് പരസ്പരം നോക്കി. ഹുബ് അപ്പോഴേക്ക് അവന് വിരൽ നക്കി തുടച്ചിട്ട് മെല്ലെ എണീക്കാനൊരു ശ്രമം നടത്തിയതും ഞാൻ അവനെ അവിടെ തന്നെ പിടിച്ചിരുത്തി. ഓഫീസർ ശ്രേയ IPS വിളിച്ചു പറഞ്ഞ് ഫോട്ടോ സഹിതം അയച്ചെന്നപ്പോഴാ എൻ്റെ മക്കളുടെ മുംബൈ ട്രിപ്പ് എന്തിനായിരുന്നെന്ന് ഞാൻ അറിഞ്ഞത്. ഹുബേ നീ പറ, എന്തിനാ നിങ്ങളെ പോലീസ് പിടിച്ച്? അത് ഞാൻ പറയാം പപ്പ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വേഗം എണീറ്റുന്നു. നീ അവിടെ ഇരിക്കീഷ്കെ, എൻ്റെ ചോദ്യം ഹുബിനോടാണ്. ഹുബേ നീ പറ. അത് അങ്കിൾ, പോലീസ് ഞങ്ങളെ പിടിച്ചല്ല, ഞങ്ങളാ പോലീസിനെ പിടിച്ച്. ആ പൊട്ടൻ്റെ വായിൽ നിന്ന് വീണ് കേട്ട് എന്നെപ്പോലെ തന്നെ എല്ലാവരും വാപൊളിച്ചിട്ടുണ്ട്. വാട്ട്? എല്ലാവരും ഒരുപോലെ ചോദിച്ചപ്പോൾ ഞാൻ അവനെ നോക്കി കണ്ണുരുട്ടി. അല്ല, ഞങ്ങളൊരു വിസിറ്റിന് വേണ്ടി പോലീസ് സ്റ്റേഷനിൽ. അതും പറഞ്ഞ് അവൻ വീണ്ടും കൈവിരൽ നക്കിയപ്പോൾ ഏഞ്ചലും ദിയാനിയും ചിരിക്കാൻ റെഡിയായി നിൽക്കുമായിരുന്നു. വിസിറ്റോ? അതും പോലീസ് സ്റ്റേഷനിൽ? ഡാ ഷെയ്നു, ഇപ്പൊ നിന്റെ സംശയം തീർന്നല്ലോ. ഇത് നിന്റെ മോൻ തന്നെ, എക്സ്ചേഞ്ച് ഒന്നും ആയിട്ടില്ല. ഒരു മാറ്റവും ഇല്ലല്ലോടാ രണ്ടും എന്ന് പപ്പ പറഞ്ഞപ്പോൾ ഈ പൊട്ടൻ ഇവിടുന്ന് ചിരി അടക്കി പിടിക്കുന്നുണ്ട്. ഈ ചിരി അവൻ്റെ ഉപ്പാനെ പറഞ്ഞതിനാണ്. നല്ല ബെസ്റ്റ് മോൻ. അതിരിക്കട്ടെ, എന്തായിരുന്നു മുംബൈയിൽ നിങ്ങൾക്ക് പണി? അതൊന്നുമില്ല പപ്പ, ഞങ്ങൾ ചുമ്മാ. മീഷുച്ച ദേ കോള്.
പെട്ടെന്ന് ഏഞ്ചൽ ഇടക്കേറി വന്ന് ഫോൺ പപ്പയുടെ ചെവിക്കരികിൽ വെച്ചിട്ട് പപ്പയെ അവിടെ തള്ളി നീക്കിക്കൊണ്ട് പോയപ്പോൾ ഞാനൊന്ന് ഇടിവീർപ്പെട്ടു. എന്നിട്ട് ഞാൻ ഹുബിനെ നോട്ടം വെച്ചിട്ട് സൈറ്റ് അടിച്ച് കാണിച്ചു. ഹുബേ, വണ്ടി എടുക്ക്. എങ്ങോട്ട് പോവാനാ? ഞാൻ ഈ കോഴിമുട്ട ഒന്ന് ഫിനിഷ് ചെയ്യട്ടെ. നിന്റെ ഒരു മുട്ട, ഇങ്ങോട്ട് വാടാ. അവനെ പിടിച്ചു വലിച്ചുകൊണ്ട് പുറത്തേക്ക് കൊണ്ടുപോയി വണ്ടിയിലിരുത്തി ഞാൻ. ഇഷ്കെ, കൈ കഴുകിയില്ല. വന്നപ്പോ തൊട്ട് നീ നക്കാൻ തുടങ്ങിയതാണല്ലോ, അത്രയും മതി. അതും പറഞ്ഞ് അവനെ കാത്തു നിൽക്കാതെ ഞാൻ തന്നെ വണ്ടിയെടുത്തു. നേരെ വിട്ടത് കാസിം സാഹിബിന്റെ റെസ്റ്റോറൻറ്റിലേക്കാണ്. അവിടെ ചെന്ന് എൻ്റെ ഒരു സുഹൃത്തിനെ കണ്ട് സംസാരിക്കുന്ന നേരത്താണ് എൻ്റെ ചെവിയിലേക്ക് വീണ്ടും ആ പേര് കേട്ടത്. സാഹിബ് ക 3 പിസ, ഷൗക്കത്ത് എവൻ, ഹൗസ് നമ്പർ 777. അത് കേട്ടതും ഞാനും ഹുബും ഒരുപോലെ ഞെട്ടി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.